ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടൊരു മേക്കപ്പ് ലുക്ക് ചെയ്താലോ? കോളേജ്, ഓഫീസൊക്കെ ആയിട്ട് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പ്, എലഗൻറ്റ് ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്ക് നോക്കാം. അപ്പോൾ സ്കിൻ കെയർ ഈസ് മസ്റ്റ്. സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യുക. ഇപ്പോൾ മഴക്കാലമാണ്, പക്ഷെ എന്നാലും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് മേക്കപ്പ് ലുക്കിലേക്ക് പോകാം. പിന്നെ ലിപ് ബാമും നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് ഇപ്പം നമുക്ക് എപ്പോഴും ഡെയിലി യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് ഒരു ചെറിയൊരു ടിൻറ്റഡ് ഫീലൊക്കെ ഉണ്ട്. ഇതൊരു അടിപൊളി ലിപ് ബാമാണ്. ഞാൻ ഡെയിലി ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഐബ്രോസ് സെറ്റ് ചെയ്യാം. നമുക്ക് ഞാനിപ്പോൾ ത്രെഡ് ചെയ്തിട്ടില്ല. സോ ഐബ്രോസ് നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഐബ്രോസ് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബ്ലഷ്, എനിക്ക് ബ്ലഷ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബ്ലഷ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ എൻസൈറ്റിൻ്റെ ഈ ഒരു ബ്ലഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബ്ലഷ് എനിക്കിഷ്ടമാണ്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒന്നും ഓവർ പ്രൈസൊന്നുമല്ല. നമുക്ക് നോർമൽ ഒരു കോളേജ് സ്റ്റുഡൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിലുള്ളത് തന്നെയാണ് എല്ലാ പ്രോഡക്റ്റ്സും യൂസ് ചെയ്യുന്നത്. ബ്ലഷൊക്കെ ഇടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടേണ്ട ഒരാവശ്യമില്ല. ഇഷ്ടമാണെങ്കിൽ ഇടാം. നമുക്കൊരു ചീക്സൊക്കെ നല്ല ഒരു ഭംഗിയായിട്ടിരിക്കണമെങ്കിൽ അതിടാം. പക്ഷേ ലോങ് ലാസ്റ്റ് ഒന്നും ചെയ്യില്ല. ഇപ്പം കോളേജായാലും ഓഫീസൊക്കെ ആകുമ്പം ഒരു 9 or 10 to 4 അല്ലെങ്കിൽ 5 ഒക്കെ ആകുമ്പോൾ ലോങ് ലാസ്റ്റ് ഒന്നും ചെയ്യില്ല. ബട്ട് നമുക്കിപ്പോൾ ചെല്ലുമ്പോൾ കിട്ടണ ഒരു ലുക്ക് ഉണ്ടല്ലോ, ഫസ്റ്റ് ഒരു ഫ്രഷ് ലുക്ക് മോർണിംഗേ കിട്ടും, അത്ര തന്നെ. സോ ഞാൻ ബ്ലഷ് ഇവിടെ നിന്നൊരു 3 ഡോട്ടായിട്ട് ഇതിപ്പം അപ്ലൈ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ചിക്സിലേക്ക് കുറച്ചൊരു അപ്പം എനിക്ക് ഇഷ്ടമാണ് ബ്രഷ് യൂസ് ചെയ്യാൻ. ബട്ട് ഞാൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാറില്ല. നമുക്ക് ഐലൈനർ എഴുതാം. എൻ്റെ കയ്യിലിരിക്കുന്ന കുറേ പ്രോഡക്റ്റ്സ് ബ്ലൂ ഹെവൻ ബ്രാൻഡിൻ്റെയാണ്. ഇത് നല്ലൊരു ഐലൈനറാണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ്. എന്തോരം കഴുകിയാലും പോവില്ല. ഞാൻ നമ്മുടെ ക്ലെൻസറൊക്കെ യൂസ് ചെയ്ത് കഴിക്കാൻ പോലും പോകില്ല. ഡബിൾ ക്ലെൻസ് ചെയ്യണം. ചിലപ്പോൾ ഓയില് യൂസ് ചെയ്തിട്ടാണ് കണ്ണിന് മുകളിലൊക്കെ തേച്ചിട്ടായിരിക്കും ഇത് കഴുകുന്നത്. അത്രയും നല്ലൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഐലൈനറാണ്. വേണമെങ്കിൽ ഐ ഷാഡോസൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യാം. നമുക്ക് ഇതിപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ മറന്നുപോയി ഇടുന്ന കാര്യം. സോ നമുക്ക് വേണമെങ്കിൽ ഐ ഷാഡോ ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡൊക്കെ യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോൾ കുറച്ച് അടിപൊളിയായിട്ടൊക്കെ പോകാമല്ലോ. ഇത്ര ഞാൻ ഐലൈൻ ചെയ്യുന്നുള്ളൂ. മസ്കാര, അതും അഫ്കോഴ്സ് ബ്ലൂ ഹെവൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്കെന്തോ ഞാനത് മേടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് യൂസ് ചെയ്യുന്നു. ദിസ് വൺ നല്ലതാണ്. ഇതും വാട്ടർ പ്രൂഫാണ്, പോവില്ല. അതാണ് ഇതിൻ്റെ, എനിക്ക് തോന്നുന്നു ബ്ലൂ ഹെവൻ്റെ ഐറ്റംസൊക്കെ കുറേ ഞാൻ അങ്ങനെ ആരും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷേ സാധനമൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 year ഒക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മേടിക്കുന്നതും സെയിം ബ്രാൻഡ്. നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് വലിയ ഹാംഫുൾനെസ് ഇല്ല, ഓക്കെയാണ്, സൈഡ് എഫക്റ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു എന്താ പറയുക, പിമ്പിൾസ്, സ്കാർസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വരാത്തതുകൊണ്ട് ഞാൻ പിന്നെയും ഇത് തന്നെയാണ് മേടിച്ചേക്കുന്നത്. സോ എനിക്ക് അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തേക്കുന്നത്. രാവിലെ ഇട്ടാലും രാത്രി ഇരിക്കും. ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ്. ഞാനിപ്പം ഒരു ആക്ച്വലി ഇത് ബ്ലൂ ഹെവൻ്റെ തന്നെയാണ്. ബ്ലൂ ഹെവൻ്റെ ഇത് എനിക്ക് തോന്നുന്നത് ഒരു പാക്ക് കോമ്പാർ, എന്താ പറയുക, വെഡ്ഡിങ് അല്ലെങ്കിൽ വെഡ്ഡിങ് ഗസ്റ്റ് അങ്ങനത്തെ മേക്കപ്പ് ഒന്നുമല്ല. നോർമലി നമുക്കൊരു ഇപ്പോൾ ഈ ഷെയ്ഡൊന്നും ഡെയിലി യൂസ് ചെയ്യണമെന്നില്ല. ഇനി നമുക്ക് കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് വെച്ച് ലൈക്ക് കോമ്പാക്റ്റോ അല്ലെങ്കിൽ ലൂസിൻ പൗഡർ, ടാൽക്കം പൗഡർ ഏത് വേണമെങ്കിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ കോമ്പാക്റ്റ് വെച്ചിട്ട് യൂസ് ചെയ്യണം. കോമ്പാക്റ്റ് ഒക്കെ നമ്മളിങ്ങനെ തട്ട് കളയുക, എന്നാൽ അല്ലെങ്കിൽ ഒരു കേക്കി ഫീൽ ആവുക നമ്മുടെ മേക്കപ്പിന്. എന്നിട്ട് കുറച്ചിങ്ങനെ ബ്ലഷ് അഥവാ കുറച്ച് ബ്ലഷിൻ്റെ മേളിൽ ആകുമ്പോഴത്തേക്ക് ഹൈഡാവും. അപ്പോൾ ഒന്നുകൂടെ ബ്ലഷ് നമുക്ക് റീഅപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാം.
ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ ഒരു ഹൈലൈറ്റർ ഉണ്ടല്ലോ, അതാണ്. നമ്മൾ പിന്നെ ഇങ്ങനത്തെ പൗഡറോ അല്ലെങ്കിൽ ഫൗണ്ടേഷനൊക്കെ നമ്മൾ നെക്ക് പോർഷനിലും കൂടെ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യാം. ലിപ്പ് ലൈൻ ചെയ്തിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമുക്ക് വേറൊരു അത് നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടും. ആക്ച്വലി ലിപ്സ്റ്റിക്ക് ലിപ്പ് ലൈനർ ഇട്ടിട്ടുള്ള ആ ഒരു ലിപ് ബാമിൻ്റെ ആ ഒരു ഷെയ്ഡാണിത്. ഞാൻ റെഡ് ഷെയ്ഡാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. റെഡ് ബ്രൈറ്റൻ ഷെയ്ഡ്സ് നമ്മൾ കോളേജ് യൂസിന് യൂസ് ചെയ്യുന്നതിലും ന്യൂഡ് ഷെയ്ഡ്സ് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ്. പിങ്കിഷ് അതൊക്കെയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. സോ ഞാൻ ഈ ലിപ്പ് ലൈനർ വെച്ചിട്ട് തന്നെയാണ് വരയ്ക്കുന്നുള്ളൂ. എന്നാൽ നമുക്ക് നല്ലൊരു ഷെയ്ഡ് കിട്ടും ആക്ച്വലി. നല്ലൊരു നല്ലൊരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്ക്, ഞാനിപ്പോൾ ലിപ്സ്റ്റിക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. സോ എനിക്കിഷ്ടമായി ഒരു ഷെയ്ഡ് കളറ്, ആ ഒരു ലിപ് ബാമിൻ്റെ കളർ നല്ല രസമുണ്ട്. അപ്പം യെസ്, ദിസ് ഈസ് അവർ ഫൈനൽ മേക്കപ്പ് ലുക്ക്. വേണമെങ്കിൽ കുറച്ച് ബ്ലഷിങ് ഇപ്പം വേണ്ട, കുറച്ച് കോളേജ് ഓഫീസ് ആയതുകൊണ്ടും ഇതൊക്കെ ഒരു നാച്ചുറൽ ലുക്കാണ്. മീൻസ് മേക്കപ്പിന് ഉപരി ഒരു നാച്ചുറൽ മേക്കപ്പ്, നോ മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷനോ കോമ്പാക്റ്റോ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ ലുക്ക് ഉണ്ട്. ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ നമുക്കിതിനൊരു കോളേജ് ഹെയർ സ്റ്റൈലും കൂടെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഫസ്റ്റ് നമ്മൾ കോംബ് ചെയ്യുക ഹെയർ നന്നായിട്ട്. അപ്പം എന്നെപ്പോലെ കുറച്ച് നെറ്റിയൊക്കെ ഉള്ളവരാണെങ്കിൽ, കുറച്ച് ഫോർഹെഡ്സ് ഇങ്ങനെ നിൽക്കുന്നവർക്ക് പറ്റിയൊരു ഹെയർ സ്റ്റൈലാണിത്. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് പോർഷൻ ഇങ്ങനെ ഇവിടെ നോക്കിയിട്ട് ഒരു ഇത്രയും പോർഷൻ ഇങ്ങനെ എടുക്കുക. കറക്റ്റ് കാണാം, ഉണ്ടോ? ഇത്ര ഓക്കെ. ഇനി ഇവിടെ ബാക്കി ഉള്ളത് നന്നായിട്ട് ചെയ്യാം. ഹെയർ നമുക്കിത് സെയിം ചെയ്യാം. അത് ഇതിൻ്റെ പോണി എങ്ങനെ കിട്ടുന്നത് നോക്കാം. വൃത്തിയാക്കി വെക്കുക. ഈ ഒരു പോർഷൻസ് ഫുൾ നമുക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് ചെയ്യാം. ഓക്കെ. ദെൻ എഗെയിൻ ഈ ഒരു പോർഷൻ എടുക്കുക. ലിറ്റിൽ ആയിട്ട് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇങ്ങോട്ട് വരും. ഇവിടെ നമുക്ക് കുറച്ച് ഇങ്ങനെ വലിച്ച് വെക്കാം, ഇല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു എന്താ പറയുക, ഒട്ടും ഹെയർ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. ഇപ്പോൾ ഒരു സൈഡ് നമുക്ക് നന്നായി ബുഷ്
ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് വലിക്കുക. എന്നാലും നമുക്കൊരു ഈ ഒരു ഹെയർ സ്റ്റൈൽ കിട്ടും. നമുക്ക് സ്ലൈഡൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ, യൂസ് ചെയ്യാറില്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇതിപ്പോൾ ഒരു നല്ലൊരു പോണി ടൈലാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. ഹെയർ ഉള്ളവർക്കാണെങ്കിൽ, ഹെയർ ഇല്ലാത്തപ്പോഴത്തെ ഷോർട്ട് ഹെയർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. നമുക്കിങ്ങനെ ഇവിടെ സൈഡൊക്കെ നല്ല ഇരിക്കും, അടിപൊളിയായിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യാം നമുക്ക് 2 സൈഡിലായിട്ട്. ഇതിൻ്റെ തന്നെ എങ്ങനെയാണ് ഓപ്പൺ ഹെയർ നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു ഇതഴിച്ചിട്ട് ലൈക്ക് ഈ നമ്മുടെ ഇത് ഹെയർ ഇങ്ങോട്ടിട്ടാൽ മതി, മനസ്സിലായോ? ഈ പോർഷൻ ബാക്കിലേക്ക് വെക്കുക. അപ്പം നമ്മൾ ഹെയർ കെട്ടി ഇത് എവിടേക്ക് വെച്ചു എന്നുള്ളത് ആർക്കും മനസ്സിലാവില്ല. ഇത് ബാക്കിലേക്ക് വെച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് പിഞ്ച്, അപ്പം നമുക്ക് ഇങ്ങനെയുള്ളൊരു നല്ലൊരു ലുക്ക് കിട്ടും. ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് താഴെ വശത്തേക്ക് ഈ താഴേക്ക് വെച്ചിട്ട് അവിടെ പിൻ ചെയ്യണം. സ്ലൈഡ് വെച്ചിട്ട് കുത്തുവാണെങ്കിൽ നല്ലൊരു ഹെയർ സ്റ്റൈൽ നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ച് വോളിയമൊക്കെ തോന്നും. വോളിയം ഇല്ലാത്ത ഹെയറൊക്കെ ആണെങ്കിൽ നമ്മളിവിടുന്ന് ഇങ്ങോട്ട് വെക്കുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ പതിയെ പോവും. ഈ സൈഡും സെയിം പോലെ തന്നെ നമുക്ക് താഴേക്ക് ഇങ്ങനെ വെക്കാം. അഥവാ ഈ താഴെ സ്ലൈഡ് വെക്കുന്നതിലും എൻ്റെ ഒരു ഹാക്ക് ഞാൻ ചെയ്യുന്ന എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുഷ് എടുത്തിട്ട് നമ്മൾ താഴെ നോട്ട് വെക്കും. നോർമൽ പോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് അവിടെ ബുഷ് സാധാരണ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇരുന്ന് കഴിഞ്ഞാലും നമ്മുടെ ഈ ഹെയർ നല്ല ഭംഗിയായിട്ടിരുന്നോളും. സ്ലൈഡ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട, ഇത് പോകത്തുമില്ല. നമുക്ക് എപ്പോഴാണോ തിരിച്ച് ഹെയർ അഴിക്കുന്നത് ആ സമയം വരെ അത് അടിപൊളിയായിട്ടിരുന്നോളും. ഇങ്ങനെ ഈ ഒരു ഹെയർ സ്റ്റൈലാകുമ്പോൾ നമുക്ക് കുറച്ച് ഹെയറിന് വോളിയം തോന്നിക്കും, അടിപൊളിയായിട്ടിരിക്കും, നല്ലൊരു ലുക്ക് ഉണ്ട്. ഇത് നമുക്ക് ഫ്രെയിം ചെയ്യുന്നവർക്കൊക്കെ. അല്ലെങ്കിലും ഈ ഒരു ഇവിടെ ഇങ്ങനെ ഒന്ന് നമുക്ക് ഈ പോർഷൻ ഫ്രെയിം ചെയ്തില്ല, അപ്പോൾ ഇങ്ങനെ എടുക്കുന്നതിൽ ബെറ്ററായിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ ഇങ്ങനെ ഇരിക്കും. ജസ്റ്റ് ഒന്ന് ചീവി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഷോർട്ട് ഹെയർ ആണെങ്കിലും ലോങ് ഹെയർ ഉള്ളവർക്കൊക്കെ ഏത് ടൈപ്പ് ഓഫ് ഹെയർ ഉള്ളവർക്കും ഈ ഒരു ഹെയർ സ്റ്റൈൽ നന്നായിട്ട് ചേരുന്നതാണ്. ഇതൊരു സൈഡ് പാർട്ടീഷൻ ഹെയർ സ്റ്റൈലാണ്. ഇതിൻ്റെ തന്നെ സെൻറ്റർ നമുക്ക് യൂസ് ചെയ്യാം. സോ ഇത്രയുള്ള നമ്മുടെ ഹെയർ സ്റ്റൈൽ ലുക്ക് ഫോർ ദ കോളേജ് മേക്കപ്പ് ലുക്കാണ് നമ്മളിപ്പോൾ ഒരു ക്രിയേറ്റ് ചെയ്യുന്നത്. ഡെയിലി പോകുന്നവർക്ക് ഓപ്പൺ ഹെയർ വേണമെങ്കിൽ പോണി ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ തന്നെ ചെയ്തിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. ബട്ട് അതിലൊരു കൂടുതൽ ലുക്ക് വരുന്നത് പോണിയാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ഹെയർ ചെയ്യുമ്പോഴാണ്. ഓപ്പൺ ഹെയർ ഇപ്പം നമുക്ക് ഭയങ്കര പോണി ചെയ്യാം. ഈ ഒരു അടിയിൽ നമ്മൾ സ്ലൈഡിന് പകരം ഒരു ബുഷോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് സെയിം എടുത്തിട്ട് പോണി ചെയ്യാം. ദാറ്റ്സ് ഓൾ. അപ്പം ഡു ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. പുതിയ ഇതുപോലുള്ള മേക്കപ്പ് ഹെയർ സ്റ്റൈൽ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ബൈ.